അനുമോള ഫാൻസിന് നല്ല രീതിയിൽ തന്നെ കുരുപോട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. കാര്യം അനുമോളും അനീഷും ഇന്ന് ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിന് എത്തും എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ എന്നാലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു, നല്ല രീതിയിലൊരു ഫ്രണ്ട്ലി ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അത് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പാവം കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളാണ് അനുമോൾ. പക്ഷെ അനുമോളിലെ ചില ഫാൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ അനുമോൾ ഒരു രാജകുമാരി എന്നുള്ള രീതിയിൽ ഒരു പ്ലേസ് ചെയ്തിട്ട്, അതായത് മറ്റുള്ള ആൾക്കാരൊക്കെ വളരെ കീഴിൽ അനുമോൾ വളരെയധികം ഒരു ഉന്നതിയിൽ നിൽക്കുന്ന എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന കുറച്ചധികം കമന്റ്സ് ആണ് അല്ലെങ്കിൽ ഫാൻസ് ആണ് അനുമോൾക്ക് എന്തായാലും നമുക്ക് കാണാറുള്ളത്. അതിനിപ്പോ എല്ലാ കമന്റ്സും പിയാറിന്റെ സൈഡിൽ നിന്നാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വളരെയധികം ഒരു രാജകീയമായ ഒരു പൊസിഷനിൽ എന്തായാലും അനുമോളിനെ പ്ലേസ് ചെയ്തിട്ടാണ് എന്തായാലും ഇത്തരത്തിലുള്ള കുറച്ച് കമന്റ്സ് വരാറുള്ളത്. അപ്പൊ എന്തായാലും പറഞ്ഞിരുന്ന ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അനുമോളും അനീഷും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെയധികം നമുക്ക് കാണാം. വളരെയധികം ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ഒരു മൊത്തം കാര്യങ്ങളും പിന്നെ ഡാൻസും കാര്യങ്ങളും എല്ലാം. അപ്പൊ അതിനകത്ത് ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അനീഷ് വളരെയധികം ആക്റ്റീവായിട്ട് തന്നെ ഇന്നലെ ആ ഒരു വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കാര്യം. അനീഷിന്റെ സൈഡിൽ നിന്ന് അറിയാം, കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ആള് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളുടെ സൈഡിൽ നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാം. കാര്യം അനുമോൾ ഓൾറെഡി ടി വി റിയാലിറ്റി ഷോസിലും മറ്റൊക്കെ ഒരുപാട് പാട്ടും ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേസമയം അനീഷ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തില്ല, ഇതുപോലുള്ള ഒരാളിനൊപ്പം നിന്നിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കുന്നു, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു, വളരെയധികം എന്താ പറയാ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെയധികം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തതിനെ കൊണ്ടുപോകാൻ അനീഷ് എന്നാലും സാധിച്ചിട്ടുണ്ട്. അനീഷ് ഇത്രയധികം സ്കോർ ചെയ്യുന്ന സമയത്ത്, അതായത് അനുമോൾ മോശമായി പോയി എന്നല്ല പറയുന്നത്, ഈ പറയുന്ന അനീഷ് ഇത്തരത്തിലുള്ള സാധ്യതകളിലൊന്നും നമ്മൾ അങ്ങനെ ഒരുപാട് കാണാത്തത് കൊണ്ട് അനീഷ് ഇത്രയധികം തിളങ്ങിയത് കൊണ്ട് ഞാൻ അനീഷിനൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അനുമോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, നല്ല ഈ തന്നെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, ആ ഒരു ഡൊമിനേറ്റ് ചെയ്ത് മുന്നിൽ നിൽക്കാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്നാലും അനീഷ് ഇത്രയധികം നല്ല രീതിയിൽ തിളങ്ങി നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്തം ഫാൻസ്, അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഇത്തരത്തിൽ സംസാരിക്കുന്ന ചില അന്തം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ അവർക്ക് അത്ര ഡൈജസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് എന്നാലും തോന്നുന്നില്ല. എന്നാലും ഇവരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതുപോലെ നിങ്ങൾ ഇവരിൽ ആരുടെ ഫാൻ ആണെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.